നമ്മൾ ചൂരൽമലയിലെ അക്ഷയെ പരിചയപ്പെട്ടിരുന്നു. ബി.എഡ് കഴിഞ്ഞിരിക്കുകയാണ്, ടീച്ചറാകാൻ ആഗ്രഹം. നമുക്ക് അക്ഷയ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ സർ. അതെ, ഗോപാലേട്ടനെ കൂടെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അതിനായിട്ട് ഗോപാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. അക്ഷയ എവിടെയാണ് ഉണ്ടെങ്കിൽ വേദിയിലേക്ക് വരണം. അക്ഷയ എവിടെയാണ്? അക്ഷയ ഗോപാലേട്ടൻ കൂടെ വേദിയിലേക്ക് വരുന്നു. അക്ഷയ, അക്ഷയ ഈ വേദിയിൽ എവിടെയെങ്കിലും അക്ഷയ ടീച്ചർ ഇരിപ്പുണ്ടെങ്കിൽ അക്ഷയ ടീച്ചർ ഒന്ന് വരണം. ഒന്ന് കടത്തിവിടാമോ? എല്ലാവരും കൂടെ ഒന്ന് സഹകരിച്ച് കടത്തിവിടാമോ? അക്ഷയ ഇങ്ങോട്ട് വിടണം, ഇങ്ങോട്ട് വിടണം. അല്ല, അക്ഷയെ ഒന്ന് വേദിയിലേക്ക് കടത്തിവിടണം. അക്ഷയ പ്ലീസ്. ഒത്തിരി വേഗമായിക്കോട്ടെ ടീച്ചറെ, വേഗം. എല്ലാവരും ഒന്ന് കൈയടിച്ചോളൂ. എല്ലാവരും ടീച്ചർക്ക് ഒന്ന് കൈയടിച്ചു. ടീച്ചർ ബി.എഡ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ടീച്ചർക്ക് ഗോപാലേട്ടൻ പ്രഖ്യാപിക്കും. ടീച്ചർക്ക് കാര്യത്തിൽ നമ്മൾ എന്താണ്, ടീച്ചർക്ക് ഇപ്പൊ ജോലിയില്ല. ഏത് കോഴ്സാ പാസ്സായിരിക്കുന്നത്? ബി.എഡ് മലയാളം, എം.എ മലയാളം. ഞങ്ങളുടെ കാര്യം ഏതാണ്ട് പരുവായി. ഗോപാലേട്ടൻ പറയും. അക്ഷയ BA മലയാളം പഠിച്ചവളാണ്. ബി.എഡും കഴിഞ്ഞു. ഏതെങ്കിലും ഒരു ജോലി ബി.എഡിൻ്റെ കാര്യത്തിൽ ഇതല്ല, ഏതെങ്കിലും ഒരു ജോലി അവർക്ക് ഞാൻ ഏർപ്പാട് ചെയ്തു തരാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോകുലം ഗ്രൂപ്പ് അക്ഷയക്ക് ജോലി നൽകുകയാണ്. ഗോകുലത്തിന് കുറച്ചധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അവിടെ ഒരു അധ്യാപക ജോലി തന്നെ അക്ഷയയ്ക്ക് ഗോപാലേട്ടൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല കാര്യം സംഭവിക്കുന്നു. താങ്ക് യു ഗോപാലേട്ട. അല്ലെ, ഈ സന്തോഷം എങ്ങനെയാണ്? ഒരു ജോലി ഉറപ്പായി എന്ന് പറഞ്ഞിട്ട് സർക്കാരിലൊക്കെ ജോലി കിട്ടുമോ, വലിയ ഉന്നത ജോലി കിട്ടുമോ എന്നാൽ പോവുകയും ചെയ്യാം. ഗോപാലേട്ടൻ പിടിച്ചു നിർത്തത്തില്ല കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ എല്ലാവരെയും, വയനാട്ടുകാരെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ എല്ലാവരും ഉണ്ടെന്ന് അറിയുമ്പോൾ ഇനിയും അതിജീവിക്കാൻ അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാൻ ഇവരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു ഊർജം. ഈ ഊർജം നിങ്ങളിലേക്ക് പകർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വി ആർ വിത്ത് യു. ഓക്കെ ഗോപാലേട്ട, താങ്ക് യു. ഗോപാലേട്ട ഇനിയും കയറേണ്ടി വരും ചിലപ്പോൾ.